നമസ്കാരം ബിഗ് ബോസ്. അപ്പൊ ഇന്നലത്തെ ഗെയിം നശിപ്പിച്ച് നാറാണക്കല്ലാക്കിയ ഒരു ഗെയിമാണ് നമുക്ക് കണ്ടത്. സത്യം പറഞ്ഞാൽ ഒരു ബോറിംഗ് ആയിരുന്നു ഇന്നലത്തെയും ബോട്ടിൽ ടാസ്ക് മുഴുവൻ നശിപ്പിച്ച കാര്യം കണ്ടു. അതിനിടയ്ക്ക് എനിക്ക് വിശദമായിട്ട് ഞാനത് വീഡിയോ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ കാണുക. വളരെ മോശമായിട്ട് അതിൽ ഇടപെട്ട കുറേ കാര്യങ്ങൾ, അതായത് അതിൽ കാണിക്കുന്നത് കൂട്ടുന്ന എന്താണ്, അതിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ആ വിശദമായ വീഡിയോയിൽ പറയാം. എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെയാണ് പുള്ളി കരുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഇന്നലെ ലൈവിൽ കാണിക്കാത്ത എപ്പിസോഡിൽ കാണിക്കാത്ത കുറേ കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് ഇന്നലെ വൈകുന്നേരം ആ ടാസ്ക് കുളമായല്ലോ, അത് നിങ്ങളെ കാണിച്ചു. അതിനിടയ്ക്ക് ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നു, ആ ഡിബേറ്റ് കാണിച്ചിട്ടില്ല. അതായത് കുറേ ക്വസ്റ്റ്യൻസ് അവർ രണ്ട് ടീമായിട്ട് തിരിഞ്ഞിട്ട്, ഒന്ന് നമ്മുടെ ഷാനവാസും അനീഷും ഒക്കെ ബിന്നിയും ഒക്കെ ഉൾപ്പെട്ട ടീം, മറ്റേ ആര്യനും അക്ബറും നൂറയും ഒക്കെ ഉൾപ്പെട്ട ടീം. അപ്പം അങ്ങനെയുള്ള ഒരു ഗെയിമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതിനകത്ത് രണ്ടുപേരും തമ്മിൽ ഓരോ പ്രാവശ്യം ഓരോ ടോസ് ഇടുന്നു. അതായത് ബിഗ് ബോസ് തരുന്ന റൂൾസ് അതേപടി അനുസരിക്കുന്നു, അതിന് ലൂപ്പ് ഹോൾ കണ്ടുപിടിച്ച് മത്സരിക്കുന്നു. അതായത് അതേപടി അനുസരിക്കണം എന്ന ഒരു ടീം, ലൂപ്പ് ഹോൾ കണ്ടുപിടിച്ച് അനുസരിക്കണം എന്ന് മറ്റൊരു ടീം. അതിനകത്ത് ഒരാൾ അനീഷിന്റെ ടീം ജയിച്ചു, പക്ഷെ അവസാനം ജയിച്ചത് അക്ബറിന്റെയും ആര്യന്റെയും ടീമാണ്. അത് കാണിച്ചിട്ടില്ല. അതേപോലെ തന്നെ അവർക്ക് ഫുഡ് കിട്ടുന്ന ഒരു ഗെയിം ഉണ്ടായിരുന്നു, ഒരു വാട്ടർ ടാങ്കിന്. അതൊക്കെ ലൈൻ കട്ട്സിനകത്ത് വന്നിട്ടുണ്ട്. വാട്ടർ ടാങ്കിനകത്ത് കുറച്ച് സാധനങ്ങൾ ഇട്ട് അത് ചൂടെടുത്ത് ഇട്ടെടുക്കുമ്പം അത് ഓരോന്നും ഓരോ ഫുഡിൻ്റെയാണ്. ആ ഫുഡെല്ലാം അവർക്ക് വൈകുന്നേരം കിട്ടും, അങ്ങനെ ഒരു സംഖ്യ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കുറേ ഫുഡ് കിട്ടി, അവരതൊക്കെ ഇതായിരുന്നു. അതുപോലെ തന്നെ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അതേപോലെ ലക്ഷ്മി എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞ പോലെ ഈ പറഞ്ഞ പോലെ ജിസേലിനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ ആര്യൻ അവിടെ നിന്ന് മിണ്ടണ്ടാത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ജിസേല് പാചകം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്തോ സാധനം തെറിച്ച് വീണപ്പോൾ അനുമോൾ എന്ത് പറ്റിയപ്പോൾ ബിന്നി പറയുന്നുണ്ട്, ഇല്ല അനുമോളൊന്നും തൊട്ടിട്ട് കാര്യമില്ല, ആര്യൻ തന്നെ വരണം. അപ്പം ആര്യൻ അവിടെ നിന്ന് ഇങ്ങനെ കാണിക്കുന്നുണ്ട്, അവരെന്തെങ്കിലും പറഞ്ഞിട്ട്. ആര്യൻ അപ്പം ഇതിനൊന്നും ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ജിസേലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നില്ല എന്നുള്ളൊരു ഗെയിം കൂടെ നമ്മൾ അതിനകത്ത് കാണുന്നുണ്ട്. ഇന്നലെ ആ ഗെയിം നശിപ്പിച്ചത് സത്യം പറഞ്ഞാൽ അനീഷാണ്. അവസാനം അനീഷ് കിട്ടാത്തതിന് ദേഷ്യം അതെല്ലാം കുപ്പിയെടുത്തെല്ലാം വലിച്ചെറിഞ്ഞ് ഭയങ്കര പ്രകടനമൊക്കെ കാണിച്ചു. അതുകൊണ്ട് അതും റദ്ദാക്കി. അനുമോൾക്കൊന്നും ആര്യൻ്റെ 2 കുപ്പി അപ്രൂവ് ചെയ്തിട്ടും അത് കാണിക്കാൻ പറ്റിയില്ല. ആ കുപ്പിയെടുത്ത് ഷാനവാസൻ നമ്മുടെ നിവിനും ഒക്കെ ജയിലിൽ കൊണ്ട് കുടിക്കാൻ കൊടുത്തത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു കേസ് വന്നപ്പോൾ നമുക്ക് ഇന്നലെ സാബുമാൻ പക്ഷേങ്കിൽ അനുമോളോട് പിടിച്ചിരിക്കുന്നു, ഷാബുമാൻ്റെ വായി നാക്കോടെന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്ന ഒരു അവസരം കൂടിയായിരുന്നു ഇന്നലെ. അപ്പോൾ അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ നടന്നു. പക്ഷേ അതിലയുടെ കാര്യം ഒരു എപ്പിസോഡായിട്ട് ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം അത്രയ്ക്കത്തെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ എപ്പിസോഡിൽ കാണാത്ത അത്ര ചീഞ്ഞ കളികളാണ് ഈ ആദില കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്യാം. വളരെ മോശം വാക്ക് നമ്മളെ അനീഷിനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം പറ്റുന്നവർ ഡീറ്റെയിൽ ആയിട്ട് ഞാനിപ്പോൾ വീഡിയോ ഇടുന്നുണ്ട്, അത് കാണാൻ ശ്രമിക്കുക. അപ്പം ഇന്ന് എന്താ സംഭവം ഞാൻ ലൈവായിട്ട് തന്നെ പറഞ്ഞു തരാം. ബൈ.